നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത് ഒരു എൽ പി പ്രോബ്ലത്തിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മളുടെ എൽ പി പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ്റെ വെർട്ടെക്സ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്തത്. ഈ തിയറത്തിൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്. അതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. റിമാർക്ക്: converse of above theorem is also true. That is, a vertex of SF is a basic feasible solution. അതായത് ഒരു എൽ പി പ്രോബ്ലം ഉണ്ട്, അതിന് ഫീസിബിൾ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ കൺസിഡർ ചെയ്യുക, അതൊരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്താൽ ആ വെർട്ടെക്സ് ഈ എൽ പി പ്രോബ്ലത്തിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത തിയറത്തിൻ്റെ കോൺവേഴ്സ്. ഓക്കെ, പ്രൂഫ് നോക്കുക, സിമ്പിളാണ്. നമ്മൾ ഒരു എൽ പി പ്രോബ്ലം കൺസിഡർ ചെയ്യുക, അതിന് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക SF എന്നാണ്. ആ SF-ൻ്റെ ഒരു വെർട്ടെക്സ് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എക്സീറ്റ എന്നാണ് ഞാൻ വെർട്ടെക്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് ആർബിട്രറി ആയിട്ട്. ലെറ്റ് എക്സീറ്റ ഈക്വൽ ടു Z1, Z2 etc. ZN be an vertex of BA എന്നാക്കട്ടോ, BA vertex of SF, then exeta belongs to SF. ഓക്കെ, SF എന്നുള്ള ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഒരു വെർട്ടെക്സ് എക്സീറ്റ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സീറ്റ SF-ലുണ്ടാവും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സീറ്റ SF-ൻ്റെ വെർട്ടെക്സ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആവുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സീറ്റ SF-ലായതുകൊണ്ട് തന്നെ എക്സീറ്റ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് എക്സീറ്റൻ്റെ കമ്പോണൻസ് ഒക്കെ നോൺ നെഗറ്റീവ് ആയിരിക്കും, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് zeta j greater than or equal to 0 for all j runs from 1 to n. ഓക്കെ, ഇനി എക്സീറ്റയിലുള്ള പോസിറ്റീവായിട്ടുള്ള കമ്പോണൻസിൻ്റെ എണ്ണത്തിനെ ഞാൻ R എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ് R be the number of zeta j's which are non-zero, then non-zero. Okay, then R less than or equal to n. ഓക്കെ, R എക്സീറ്റ എന്നുള്ള സൊല്യൂഷനിൽ വരുന്ന നോൺ സീറോ എൻട്രീസ് ആണെന്ന് കരുതുക. ഓക്കെ, അതായത് പോസിറ്റീവ് എൻട്രീസ്, കാരണം എക്സീറ്റ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. R എന്നുള്ളത് എക്സീറ്റയിൽ വരുന്ന നോൺ സീറോ, അതായത് പോസിറ്റീവ് വാല്യൂസ് വരുന്ന വേരിയബിൾസിൻ്റെ അൺനോൺസിൻ്റെ എണ്ണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും, കാരണം n ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ നോൺ സീറോ വാല്യൂസ് വരുന്ന വേരിയബിൾസിൻ്റെ എണ്ണം, അൺനോൺസിൻ്റെ എണ്ണം. അപ്പോൾ R ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് കേസാണ് ഉണ്ടാവുക. R ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് M-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ R-ൻ്റെ രണ്ട് കേസസ്. R ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ആവാം, R ഗ്രേറ്റർ ദാൻ M ആവാം. ഓക്കെ, അതായത് നോൺ സീറോ വാല്യൂസ് വരുന്ന അൺനൗൺസിൻ്റെ എണ്ണം ഒന്നില്ലെങ്കിൽ നമ്പർ ഓഫ് ഇക്വേഷൻസിനേക്കാളും ചെറുതാവാ ഈക്വൽ ആവുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇക്വേഷൻസിനേക്കാളും വലുതാവാം. ഓക്കെ, ആറിൻ്റെ വാല്യൂ. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ എക്സീറ്റയിൽ അറ്റ്ലീസ്റ്റ് n-m വാല്യൂസിനെങ്കിലും സീറോ, അറ്റ്ലീസ്റ്റ് n- അൺനൗൺസിനെങ്കിലും സീറോ വാല്യൂസ് വരണം. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് അറ്റ്ലീസ്റ്റ് n-m zeta j എന്നാണ്, zj അല്ല, zeta j's are zeros for j runs from 1 to n. ഓക്കെ, നമ്മളുടെ അൺനൗൺസിൽ അറ്റ്ലീസ്റ്റ് n-m
അൺനോൺസിനെങ്കിലും 0 വാല്യൂസ് വരണം. അങ്ങനെയാണെങ്കിൽ എക്സീറ്റ വെർട്ടെക്സ് ആവും, വെർട്ടെക്സിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആവും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ്റെ ഡെഫിനിഷനാണ്. നമ്മളുടെ സൊല്യൂഷനിൽ എക്സീറ്റയിൽ ആർ നമ്പർ ഓഫ് അൺനോൺസിന് നോൺ സീറോ വാല്യൂസ് വരുന്നുണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സീറ്റ ജെസ് വിച്ച് ആർ ഈക്വൽ ടു 0 എത്രയായിരിക്കും? n-r ആയിരിക്കും. ഓക്കെ, n വേരിയബിൾസ് ആണുള്ളത്. അതിൽ 6 വേരിയബിൾസിന് 6 അൺനോൺസിന് പോസിറ്റീവ് വാല്യൂസ് ആണ് വരുന്നത് എക്സീറ്റയിൽ. അപ്പോൾ നമ്പർ ഓഫ് സീറോസ്, ഓക്കെ, നമ്പർ ഓഫ് സീറ്റ ജെസ് വിച്ച് ആർ 0 ഈസ് n-r. ഓക്കെ, ഇനി ഒന്നാമത്തെ കേസ് r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആകുമ്പോൾ r ലെസ് ദാൻ m സീറ്റ ജെസ് സീറോസ് വരുന്ന സീറ്റ ജെസിൻ്റെ എണ്ണം n-m ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഒന്നാമത്തെ കേസ് r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m, r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m, യെസ്. അതിൽ സീറ്റ ജെസ് സീറോസ് വരുന്ന അൺനോൺസ് സീറോസ് വരുന്ന അൺനോൺസിൻ്റെ എണ്ണം n-r ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? n-r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-m ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കേസ് r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ്. അതായത് നമ്പർ ഓഫ് n-r എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സീറ്റ ജെസ്, z j അല്ല സീറ്റ ജെ ആണ്, നമ്പർ ഓഫ് സീറ്റ ജെസ് വിച്ച് ആർ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-m. ഓക്കെ, അതായത് n-m ഇൻഈക്വാളിറ്റി ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് n-m സീറ്റ ജെസ് എങ്കിലും എക്സീറ്റയിൽ 0 ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ദെൻ എക്സീറ്റ വിൽ ബി എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസിൽ r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആവുന്ന കേസിൽ നമ്മൾക്ക് എക്സീറ്റ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി r ഗ്രേറ്റർ ദാൻ m ആകുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, r ഗ്രേറ്റർ ദാൻ m ഒരിക്കലും ആകുന്നില്ല. ഓക്കെ, എക്സീറ്റ ഒരു വെർട്ടെക്സ് ആണെങ്കിൽ, എസ് എഫിൻ്റെ വെർട്ടെക്സ് ആണെങ്കിൽ r എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ആ വാല്യൂ ഗ്രേറ്റർ ദാൻ m ആകുമ്പോൾ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? r എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണെന്ന് പറയാം. അതിൽ എക്സീറ്റ ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പറയാം, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സപ്പോസ് r ഗ്രേറ്റർ ദാൻ m. ഇനി രണ്ടാമത്തെ കേസ് r ഗ്രേറ്റർ ദാൻ m ആകുമ്പോൾ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ കിട്ടിയാൽ നമുക്ക് ആ കേസിനെ ഒമിറ്റ് ചെയ്യുക. അപ്പോൾ ഈ കേസ് മാത്രമേ വരുള്ളൂ, r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. അപ്പോൾ ആ കേസിൽ എക്സീറ്റ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് r ഗ്രേറ്റർ ദാൻ m വിത്തൗട്ട് ലൂസ് ഓഫ് ജനറാലിറ്റി എക്സീറ്റ ഈക്വൽ ടു സീറ്റ 1 സീറ്റ 2 എക്സെട്ര സീറ്റ r 0 0 0. ഓക്കെ, അതായത് ഞാൻ എക്സീറ്റ എന്നുള്ള പോയിന്റിൽ ആ സൊല്യൂഷനിൽ വെർട്ടെക്സിൽ ഫസ്റ്റ് r കമ്പോണൻസ് ആണ് നോൺ സീറോ വാല്യൂസ് വരുന്നത് എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ലൂസ് ഓഫ് ജനറാലിറ്റി. സിൻസ് എക്സീറ്റ ബിലോങ്സ് ടു എസ് എഫ്, എ എക്സീറ്റ വിൽ ബി ഈക്വൽ ടു ബി. ഓക്കെ, എക്സീറ്റ എസ് എഫിലുണ്ട്. അപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ എക്സീറ്റ സാറ്റിസ്ഫൈ ചെയ്യും. മോർ ഓവർ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസും സീറ്റ ജെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അതായത് ഞാൻ കഴിഞ്ഞ സെക്ഷനിലൊക്കെ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷനെ കോളം മെട്രിക്സുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് x1 p1 പ്ലസ് x2 p2 എക്സെട്ര xn pn. ഓക്കെ, xn pn ഈക്വൽ ടു ബി എന്നുള്ള രൂപത്തിൽ റീറൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സീറ്റ ആ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ എക്സീറ്റ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ സീറ്റ 1 p1 പ്ലസ് സീറ്റ 2 p2 എക്സെട്ര സീറ്റ r pr വരെ ആർത്ത് കോളം വരെ ആ ഇക്വേഷൻ വരുള്ളൂ. കാരണം ആർത്ത് കോളം മെട്രിക്സ്, കാരണം അതിന് ശേഷമുള്ള വാല്യൂസൊക്കെ സീറോസ് ആണ്. അപ്പോൾ സീറോനെ ഏതൊരു കോളം
മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 കോളം മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ആ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് റെഡ്യൂസ് ചെയ്യും. ζ1 p1 പ്ലസ് ζ2 p2 പ്ലസ് എക്സെട്ര ζr pr ഈക്വൽ ടു b, where pj's are first r columns of A. Since rank of A equal to m, നമുക്കറിയാം എ എന്നുള്ള മെട്രിക്സിൻ്റെ റാങ്ക് എം ആണ്. കാരണം എം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻസ് ആണ്, എം ലെസ് ദാൻ എൻ ആണ്. അപ്പോൾ റാങ്ക് എം ആണ്. നമ്മളുടെ കയ്യിലിപ്പോൾ ആർ നമ്പർ ഓഫ് കോളംസ് ഉണ്ട്, കോളം വെക്റ്റേഴ്സ് ഉണ്ട് ഈ എ എന്നുള്ള മെട്രിക്സിൻ്റെ കോളംസ്. ഓക്കെ, എ എന്നുള്ള മെട്രിക്സിൻ്റെ ആർ നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആറ് ഗ്രേറ്റർ ദാൻ എം എന്നാണ്. ഓക്കെ, അപ്പോൾ റാങ്ക് എൻ്റെ റാങ്ക് എം ആയതുകൊണ്ട് തന്നെ, പിന്നെ മോർ ഓവർ ആർ ഗ്രേറ്റർ ദാൻ എം ആയതുകൊണ്ട് നമ്മൾക്കിപ്പോൾ കിട്ടിയ ഈ കോളം മെട്രിക്സുകൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് അവിടെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ആൽഫായിസ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ആൽഫ എങ്കിലും നോൺ സീറോ ആയിട്ടുള്ള രീതിയിൽ. ദെൻ ദർ എക്സിസ്റ്റ് alpha 1, alpha 2, etc. alpha r not all 0 such that alpha 1 p1 plus alpha 2 p2 etc. alpha r pr equal to 0. Okay, ഞാനിനി ഒരു സീനെ ചൂസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് നമ്പർ സീനെ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. ആ സീനെ ഏതൊരു സീനെ ഞാൻ ചൂസ് ചെയ്താലും, പോസിറ്റീവ് നമ്പർ സീനെ ചൂസ് ചെയ്താലും, ആ സീനെ ഈ ബിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇക്വേഷൻ ബിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. സി ആൽഫ 1 p1 പ്ലസ് സി ആൽഫ 2 p2 പ്ലസ് എക്സെട്ര സി ആൽഫ ആർ പി ആർ ഈക്വൽ ടു 0. ഞാനൊന്നും ചെയ്തിട്ടില്ല. ബി എന്നുള്ള ഇക്വേഷനെ പോസിറ്റീവ് നമ്പർ സീനോട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എ പ്ലസ് സി കാണാം, എ മൈനസ് സി കാണാം. ഓക്കെ, എ പ്ലസ് സി കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? p1 വരുന്ന pjസിനെയൊക്കെ കോമൺ എടുക്കുക. അപ്പോൾ നമുക്ക് ആൽഫ 1 പ്ലസ് സി ആൽഫ 1 ζ1 പ്ലസ് സി ആൽഫ 1 ഇൻറ്റു p1 സ്കാലർ മൾട്ടിപ്ലിക്കേഷനാണ്, പ്ലസ് ആൽഫ 2 പ്ലസ് സി ആൽഫ 2 p2 പ്ലസ് എക്സെട്ര ആൽഫ ആർ ആൽഫ അല്ല ζ2 പ്ലസ് സി ആൽഫ 2 p2 പ്ലസ് എക്സെട്ര പ്ലസ് ζr പ്ലസ് സി ആൽഫ ആർ പി ആർ ഈക്വൽ ടു ബി. എ മൈനസ് സി ചെയ്യുമ്പോൾ ζ1 മൈനസ് സി ആൽഫ 1 p1 പ്ലസ് ζ2 മൈനസ് സി ആൽഫ 2 p2 പ്ലസ് എക്സെട്ര ζr മൈനസ് സി ആൽഫ ആർ പി ആർ എന്നുണ്ട്, അതും കൂടി ചേർക്കുക. പി ആർ ഈക്വൽ ടു ബി. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഡിയും ഇയും ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ആൽഫ ഐ പ്ലസ് സി ζi പ്ലസ് സി ആൽഫ ജേസ് നമ്മളുടെ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആവും. എപ്പോൾ ζ1 പ്ലസ് സി ആൽഫ ഐ കൺസ്ട്രെയിൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും, മോർ ഓവർ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾക്ക് സീനെ ചൂസ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സീനെ ചൂസ് ചെയ്താൽ ζi പ്ലസ് സി ആൽഫ ഐസ് എന്നുള്ള ആ നമ്പേഴ്സ് നമ്മളുടെ ഇക്വേഷൻ ഒരു സൊല്യൂഷനായിരിക്കും, ഫീസിബിൾ സൊല്യൂഷനായിരിക്കും. എൽ പി പിൻ്റെ ഫീസിബിൾ സൊല്യൂഷനായിരിക്കും, കാരണം അത് ഡി ഹോൾഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സി ζi മൈനസ് സി ആൽഫ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ, അതായത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചൂസ് ചെയ്താൽ അതും ആ വാല്യൂസ് ζi മൈനസ് സി ആൽഫ ഐസും നമ്മളുടെ ഒരു ഫീസിബിൾ സൊല്യൂഷനായിരിക്കും എസ് എഫിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സീനെ ഈ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചൂസ് ചെയ്യാം. ബൈ ചൂസിങ് സി സഫീഷ്യൻ്റ്ലി സ്മോൾ സോ ദാറ്റ് ζi പ്ലസ് ഓർ മൈനസ് സി ആൽഫ ഐ ζj പ്ലസ് ഓർ മൈനസ് സി ആൽഫ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഞാൻ x1നെ ഇങ്ങനെ ചൂസ് ചെയ്താൽ ζ1 പ്ലസ് സി ആൽഫ 1
comma zeta 1 plus c alpha 1 comma zeta 2 plus c alpha 2 etc. Zeta 1 zeta r plus c alpha r 0 0 0. അതേപോലെ തന്നെ x2നെ zeta 1 minus c alpha 1 zeta 2 minus c alpha 2 etc. zeta r minus c alpha r 0 0 0 എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്താൽ x1ഉം x2ഉം നമ്മളുടെ എസ് എഫിൽ ഉണ്ടാവും. ഓക്കെ ഓക്കെ അപ്പോൾ x1ഉം x2ഉം നമ്മളുടെ എസ് എഫിൽ ഉണ്ടാവും. മോർ ഓവർ x1ഉം x2ഉം x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും നമ്മളുടെ എക്സീറ്റ. ഓക്കെ അതാണ് എഴുതിയത്. ദെൻ ഡി ആൻഡ് ഇ ഫ്രം ഡി ആൻഡ് ഫ്രം മാർക്ക് കേട്ടോ. ഫ്രം ഡി ആൻഡ് ഇ x1 x2 belongs to SF and observe that 1/2 x1 plus 1/2 x2 equal to zeta 1 zeta 2 etc. zeta r 0 0 0 which will be equal to exeta. ഓക്കെ അതായത് x1ൻ്റെ x2ൻ്റെയും ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനാണ് എക്സീറ്റ. ലാംഡ ഈക്വൽ ടു 1/2 ചൂസ് ചെയ്താൽ മതി. അതായത് എക്സീറ്റനെ നമ്മൾ എസ് എഫിലുള്ള രണ്ട് എക്സീറ്റ അല്ലാത്ത രണ്ട് എലമെൻസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സീറ്റ എന്താണെന്ന് പറയാം, എന്തല്ല എന്ന് പറയാം, എസ് എഫിൻ്റെ വെർട്ടെക്സ് അല്ല എന്ന് പറയാം ബൈ ഡെഫിനിഷൻ ഓഫ് വെർട്ടെക്സ്. അത് കോൺട്രഡിക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആറ് ലെസ് ദാൻ ഓർ ഈക്വൽ ആറ് ഗ്രേറ്റർ ദാൻ എം എന്നുള്ള കേസ് ഇവിടെ പോസിബിൾ അല്ല. ആ കേസിൽ നമ്മൾക്ക് എക്സീറ്റ വെർട്ടെക്സ് ആവില്ല. ഓക്കെ അപ്പോൾ ആറ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നുള്ള കേസ് മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ എക്സീറ്റ വെർട്ടെക്സ് ആണെങ്കിൽ. അപ്പോൾ ആ കേസിൽ നമ്മൾക്ക് എക്സീറ്റ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ് കിട്ടിയിട്ടുണ്ട് തൊട്ട് മുന്നത്തെ കേസ്. ഓക്കെ അപ്പോൾ തിയറം ഹോൾഡ് ചെയ്യും. Corollary: associated with every extreme point SF, there is a set of m linearly independent vectors. I mean linearly independent column vectors p1 p2 etc. pm of a. അതായത് നമ്മളുടെ കയ്യിൽ ഒരു എക്സ്ട്രീം പോയിൻ്റ് വെർട്ടെക്സ് ഉണ്ടെന്ന് കരുതുക. അത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ആ സൊല്യൂഷൻ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു കോളം വെക്റ്റേഴ്സിൻ്റെ കോളം മെട്രിക്സുകളുടെ ഒരു ഇക്വേഷനും കൂടെ അത് സാറ്റിസ്ഫൈ ചെയ്യും. ആ ഇക്വേഷനിൽ ആ ഇക്വേഷനിൽ ആ സൊല്യൂഷനിൽ വരുന്ന നോൺ സീറോ വാല്യൂസിൻ്റെ എണ്ണയായിരിക്കും കോളം വെക്റ്റേഴ്സ് വരിക. ഓക്കെ അപ്പോൾ ആ കോളം വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ എം ലീനിയർ. ഓക്കെ അസോസിയേറ്റഡ് വിത്ത് എവറി എക്സ്ട്രീം പോയിൻ്റ് ഓഫ് എസ് എഫ് ദർ ഈസ് എ സെറ്റ് ഓഫ് എം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് p1 p2 etc. pm ഓഫ് എ. ഓക്കെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കാര്യം. ഓക്കെ പ്രൂഫൊക്കെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഇനി ഡെഫിനിഷനാണ് കുറച്ച്. അപ്പോൾ നോക്കാം. ഇൻ ആൻ LP പ്രോബ്ലം minimize f of x equal to cx subject to the constraints ax equal to b, x greater than or equal to 0. A solution of 2 and 3 which optimize the objective function 1 is called optimal solution of the LP problem. Okay. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണെന്നാണ് പറഞ്ഞത്. ഒരു LP പ്രോബ്ലം f of x equal to cx subject to the constraints ax equal to b, x greater than or equal to 0. ഈ LP പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ. ഓക്കെ അതായത് കണ്ടീഷൻസ് 2ഉം 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നാണ് പറയുക. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി LP പ്രോബ്ലം. കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ നമ്മൾ രണ്ട് പോയിൻ്റ് തന്നാൽ ആ രണ്ട് പോയിൻ്റ് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ നമ്മൾ അത് n പോയിൻറ്റ്സ്ക്ക് n വെക്റ്റേഴ്സ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ആ ഡെഫിനിഷൻ ജനറലൈസ് ചെയ്യാണ്. അപ്പോൾ ലെറ്റ് k number of vectors. Okay, like x1 x2 etc. xk belongs to En. A point x equal to summation j runs from 1 to k lambda j xj
where lambda j greater than or equal to 0 such that summation j runs from 1 to k lambda j equal to 1 is called a convex linear combination of x1, x2, etc. xk. അതായത് n ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് ഇ എന്ന് കൺസിഡർ ചെയ്യുക. അതിലുള്ള കെ വെക്റ്റേഴ്സിൻ്റെ കെ പോയിൻറ്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്താണെന്നാണ് പറയുന്നത്. കെ ഈ x1, x2, എക്സെട്ര എക്സ് കെ ഇവിടുത്തെ കെ വെക്റ്റേഴ്സ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ കെ വെക്റ്റേഴ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലീനിയർ കോമ്പിനേഷൻസ് ആണ്. സമ്മേഷൻ ജെ റൺസ് ഫ്രോം 1 to k ലാംഡ ജെ എക്സ് ജെ. കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ലാംഡ ജേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. മോർ ഓവർ ലാംഡ ജേസിൻ്റെ സമ്മ് 1 ആണ്. ഓക്കെ, അങ്ങനെ വരുന്ന അങ്ങനെയുള്ള ലീനിയർ കോമ്പിനേഷനെയാണ് എക്സ് ജേസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് x1, x2, എക്സെട്ര xk എന്ന് പറയും. ഓക്കെ, ഇനി ചെറിയൊരു തിയറം. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് മിനിമം അറ്റ് മോർ ദാൻ വൺ ഓഫ് ദി വെർട്ടൈസസ് ഓഫ് എസ് എഫ് ദെൻ ഇറ്റ്സ് മിനിമം then it is minimum. Okay, it is minimum at all those points which are the convex linear combination of those vertices. Okay, അതായത് നമ്മൾ രണ്ട് പോയിൻറ്റ്സിൽ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനിലും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലും മിനിമം തന്നെ ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിന് മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് പോയിൻറ്റ്സിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഫംഗ്ഷന്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ലീനിയർ ഫംഗ്ഷന് രണ്ട് പോയിൻറ്റ്സിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിലും മിനിമം തന്നെ ആയിരിക്കും. ഓക്കെ, എക്സ്ട്രീമം തന്നെ ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യണം. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഒരു എൽ പി പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ മോർ ദാൻ വൺ വെർട്ടൈസസിൽ എസ് എഫ് എന്നുള്ള ഫീസിബിൾ സൊല്യൂഷൻ്റെ കളക്ഷനിലെ മോർ ദാൻ വൺ വെർട്ടക്സുകളിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന വെർട്ടക്സുകളുടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിലും മിനിമം തന്നെ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, സിമ്പിൾ പ്രൂഫാണ്. എസ് എഫ് കൺസിഡർ ഒരു എൽ പി പ്രോബ്ലം കൺസിഡർ ചെയ്യുക. ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ എസ് എഫ് കൺസിഡർ ചെയ്യുക. എസ് എഫിന് വെർട്ടക്സുകൾ അറ്റ്ലീസ്റ്റ് വൺ വെർട്ടക്സ് എങ്കിലും ഉണ്ടാവും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോർ ദാൻ വൺ വെർട്ടക്സിൽ മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വെർട്ടക്സുകളുടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലും മിനിമം അറ്റൈൻ ചെയ്യുന്ന വെർട്ടക്സുകളുടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലും മിനിമം തന്നെ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സപ്പോസ് എസ് എഫ് എന്നുള്ള ഫീസിബിൾ സൊല്യൂഷൻ്റെ കളക്ഷനിൽ കെ നമ്പർ ഓഫ് വെർട്ടക്സുകളിൽ മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ടെന്ന് കരുതാം. അപ്പോൾ ഈ കെ വെർട്ടക്സുകൾ x1, x2, xk ആണെന്ന് അസ്യൂം ചെയ്യുക. അതിൽ എഫിന് മിനിമാണ്. ഓക്കെ, അതായത് എഫിന് മിനിമാണ്. മോർ ഓവർ എഫ് ഓഫ് എക്സ്, അതുകൊണ്ട് തന്നെ ഈ മിനിമം യുണീക്ക് ആയിരിക്കും. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എക്സെട്ര എഫ് ഓഫ് xk ആയിരിക്കും. ഓക്കെ, ഇനി ഈ കെ നമ്പർ ഓഫ് പോയിൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിലും മിനിമം തന്നെയാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കെ നമ്പർ ഓഫ് പോയിൻറ്റ്സിൻ്റെ വെർട്ടക്സുകളുടെ ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, y ഈക്വൽ ടു സമ്മേഷൻ ജെ റൺസ് ഫ്രോം 1 to k ലാംഡ ജെ എക്സ് ജെ വേർ ലാംഡ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 സമ്മേഷൻ ജെ റൺസ് ഫ്രോം 1 to k ലാംഡ ജെ ഈക്വൽ ടു 1. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് വൈ എഫിന് വൈയിലും മിനിമം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിനെന്ത് പ്രൂവ് ചെയ്താൽ മതി? എഫ് ഓഫ് വൈ ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് ജെ ആണ് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കുക, എഫ് ഓഫ് വൈ വിൽ ബി ഈക്വൽ ടു വൈ എന്താണെന്ന് അറിയാം, സമ്മേഷൻ ജെ റൺസ് ഫ്രോം 1 to k ലാംഡ ജെ എക്സ് ജെ ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സമ്മേഷൻ ജെ റൺസ് ഫ്രോം 1 to k ലാംഡ ജെ എക്സ് ജെ. എഫ് ലീനിയറാണ്, എഫ് ലീനിയർ ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ
സ്കേലാസ് ലാംഡ ജെ എഫിൻ്റെ പുറത്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾക്കതിനെ എങ്ങനെ ആക്കിയിട്ട് എഴുതാം? സമ്മേഷൻ ജെ റൺസ് ഓൺ ടു കെ ലാംഡ ജെ എഫ് ഓഫ് എക്സ് ജെ എന്നുള്ള രൂപത്തിൽ എഴുതാം. ഓക്കെ, എഫ് ഉള്ളിൽ പോവും, ആദ്യം എഫ് ഉള്ളിൽ പോവും സമ്മിൻ്റെ, പിന്നെ ലാംഡ ജേസ് പുറത്ത് വരും എഫിൻ്റെ, കാരണം എഫ് ലീനിയർ ഫങ്ഷനാണ്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് ജെകളൊക്കെ ഈക്വലാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ജെകളൊക്കെ എഫ് ഓഫ് എക്സ് വണ്ണിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെങ്ങനെ ആക്കിയിട്ട് എഴുതാം? സമ്മേഷൻ ജെ റൺസ് ഓൺ ടു കെ ലാംഡ ജെ എഫ് ഓഫ് എക്സ് വൺ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ജെക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്, അപ്പോൾ സമ്മിൻ്റെ പുറത്ത് വരും. എഫ് വിച്ച് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ ഇൻറ്റു സമ്മേഷൻ ജെ റൺസ് ഓൺ ടു കെ ലാംഡ ജെ. സമ്മേഷൻ ലാംഡ ജെ 1 ആണ്, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എഫ് ഓഫ് എക്സ് വൺ. അതായത് എഫ് ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വണ്ണിന് ഈക്വലാണ്. എക്സ് വണ്ണിൽ എഫിന് മിനിമമാണ്, അപ്പോൾ വൈയിലും എഫിന് മിനിമം ആയിരിക്കും. ഓക്കെ, വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് ഈസ് മിനിമം അറ്റ് വൈ ആൾസോ. ഓക്കെ, ഞാൻ ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനിയൊരു തിയറം കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. കുറച്ച് ലെങ്തി പ്രൂഫാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. തിയറം ഒന്ന് വായിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് എസ് എഫ് ഈസ് നോൺ എം ടി, ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാസ് എയ്തർ ഹാവ് അൺബൗണ്ടഡ് മിനിമം ഓർ ഇറ്റ് ഹാസ് എ മിനിമം അറ്റ് വെർട്ടെക്സ് ഓഫ് എസ് എഫ്. ഓക്കെ, ഇപ്പോൾ തിയറം പറയുന്നത് ഒരു എൽ പി പ്രോബ്ലം, അതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ എസ് എഫ്. ഈ എസ് എഫ് എന്നുള്ള സെറ്റിൽ എഫിന് ഒന്നില്ലെങ്കിൽ അൺബൗണ്ടഡ് മിനിമം ആയിരിക്കും. അതായത് മിനിമം ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അതായത് മിനിമം നമ്മൾക്ക് എത്രയും ചെറുതാക്കി കൊണ്ടുവരാം. ഓക്കെ, അൺബൗണ്ടഡ് മിനിമം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യും. എസ് എഫിന് മിനിമം ഒന്നില്ലെങ്കിൽ അൺബൗണ്ടഡ് മിനിമം ആവാം, അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യാം. എസ് എഫിൽ എഫിന് മിനിമം എക്സിസ്റ്റ് ചെയ്യാം. മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വെർട്ടെക്സിൽ മിനിമം ഉണ്ടാവും. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് എഫിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ ആ മിനിമം വാല്യൂ വരും. ഓക്കെ, വെർട്ടെക്സിൽ മാത്രം ആയിക്കോണമെന്നില്ല മിനിമം, പക്ഷേ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ മിനിമം വരും. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള റിസൾട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഐഡിയ നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കും. നമ്മൾ ടു ഡയമെൻഷണൽ സ്പേസിൽ എൽ പി പ്രോബ്ലം ഡിസ്കസ് ചെയ്തപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഫീസിബിൾ റീജിയൻ്റെ വെർട്ടെക്സുകളിൽ മാത്രമാണ് എഫിൻ്റെ വാല്യൂ ചെക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് പ്രൂഫ് ഒന്ന് പറയാം. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. കുറച്ച് ലെങ്തി പ്രൂഫാണ്.